ഞങ്ങളുടെ ബന്ദി കാണാം നമുക്ക്. ഞങ്ങളിത് മാരാരിക്കുളം കാട്ടൂർ കൃഷിഭവനിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയ ബന്ദിത്തൈയാണ്. അത് ഞങ്ങൾ കൊണ്ടുവന്ന് നട്ട് അതിന് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്തത് മണ്ണൊരുക്കി അതിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ ഇട്ടിട്ട് ആദ്യമായിട്ട് ഇത് നട്ടു. അതിന് ശേഷം അത് ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രയ്ക്ക് നന്നായിട്ട് പൂവുണ്ടാവുമെന്ന്. പക്ഷെ നന്നായിട്ട് പൂവുണ്ടായി. ഈ മഴ കാരണം ഇതൊക്കെ നഷ്ടപ്പെടുമോയെന്ന് തോന്നിപ്പോയി. പക്ഷെ എല്ലാം നന്നായിട്ട് പിടിച്ചു. എനിക്ക് കാണുമ്പോൾ നല്ല സന്തോഷം തോന്നാറുണ്ട്. നമ്മുടെ ഇവിടെയും നന്നായി ബന്ദിയൊക്കെ കൃഷി ചെയ്താൽ ഉണ്ടാകും. ഞങ്ങൾ ഇത്രയും ആദ്യമായിട്ടാണ് ഇങ്ങനെ നടുന്നത്. ഞങ്ങൾ കൂടുതലും ചാണകപ്പൊടിയും പിന്നെ ആട്ടിൻ കാഷ്ടമൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കോഴിവളം ഒരുവിധം വലുതായി കഴിഞ്ഞപ്പോൾ കോഴിവളം ഇട്ടു. ഒരു മാസമൊക്കെ ആയപ്പോഴേക്കും കോഴിവളം ഇട്ട് കൊടുത്തു. പക്ഷേ എല്ലാം നന്നായിട്ട് വന്നു. കണ്ടോ, നല്ല വലിയ പൂക്കളുമാണ്. ഞങ്ങൾക്ക് ഈ മഴ കാരണം ഇത്രയും ഇത് കിട്ടുമോയെന്ന് സംശയമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒത്തിരി മഴ കൊണ്ട് ഇത് ചാഞ്ഞൊക്കെ പോയായിരുന്നു. അപ്പം പൂവൊക്കെ നന്നായി കിട്ടുമോയെന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ട് കിട്ടി. ഇത് നല്ല രീതിയിൽ നമ്മളിതിന് വേണ്ട വളപ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട്, ഇതിന് ഏറ്റവും പ്രധാനം വെയിലാണ്. വെയിലും നമ്മൾ നന്നായിട്ട് അതിന് വളങ്ങൾ ഇട്ട് കൊടുക്കണം. കടലപ്പിണ്ണാക്കും കഞ്ഞിവെള്ളവും കൂടെ പുളിപ്പിച്ച് നേർപ്പിച്ച് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുന്നതും പൂക്കൾ വലുതാകാൻ നല്ലതാണ്. ഇനിയും വിരിയാനുണ്ട്. ഇത് മൊത്തം വിരിഞ്ഞിട്ടെടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അഥവാ ഇത് കാണിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഇപ്പോൾ ഇട്ടത്. കുറേയെല്ലാം ചാഞ്ഞു പോയായിരുന്നു. അതൊക്കെ ഞങ്ങളൊരു താങ്ങ് കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. നല്ല വലിയ പൂക്കളാണ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇത് ഇനിയും ചെയ്യണമെന്നൊരു തോന്നലുണ്ട്. ഇതിൻ്റെ കൃഷി രീതിയുമെല്ലാം ഈ പറഞ്ഞ വളങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി. മഞ്ഞയും ഓറഞ്ച് 2 കളറുണ്ട്. ഇനിയും കുറേ മൊട്ടുകൾ വിരിയാനുണ്ട്.